ഓക്കെ. വലിയ അപ്പൂപ്പന്റെ അപ്പന്റെ പേര് എന്തായിരുന്നു? തോമനോ? ഓക്കെ. അപ്പൂപ്പന്റെ എന്താ പറയാ, അമ്മൂമ്മയുടെ പേരോ അമ്മയുടെ പേരോ? അമ്മയുടെ പേര് ത്രേസ്യ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൂപ്പന്റെ പേരോ? അപ്പൂപ്പന് ഓർമ്മയില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൂപ്പന്റെ അമ്മൂമ്മയാണുണ്ടോ? അപ്പന്റെ അമ്മേനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അപ്പന്റെ അമ്മേനെയും അമ്മൂമ്മേനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അമ്മേനെയും കണ്ടിട്ടില്ലേ? അപ്പൂപ്പന്റെ അമ്മേനെയും കണ്ടില്ല? അപ്പന്റെ എന്നെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അമ്മേനെ കണ്ടിട്ടില്ലേ? അമ്മ എൻ്റെ കൂടെ കിടന്നാണ് മരിച്ചത്. ഞാൻ അന്ന് അപ്പുറത്തൊരു ചെറിയ വരിയായിരുന്നു. വരയിലാണ് അയച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ എവിടെ താമസിച്ച ആ സമയത്ത്? കുളത്തിന്റെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ അവിടെ. എവിടെ കുളം? ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. പടിഞ്ഞാട്ട് കുളത്തിന് എന്തെങ്കിലും പേരുണ്ടോ? തറയിലെ കുളം. തറയിലെ കുളം. അപ്പൊ അതിന്റെ അടുത്താണ് നിങ്ങളൊക്കെ താമസിച്ച? അപ്പൊ നിങ്ങള് എത്ര എന്താ പറയാ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു? ചേച്ചിമാർ? അപ്പൂനുണ്ടായിരുന്നു. എത്രയുണ്ട്? 3 ചേട്ടനും 2 ചേച്ചി. അപ്പൊ നിങ്ങൾ 5 പേരുണ്ടായി? 6 പേര്. ഓക്കെ. അപ്പൂപ്പൻ എത്രാമത്തെയാണ്? ഏറ്റവും മേലെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പിന്നിലത്തെ അപ്പൂപ്പനുണ്ടായില്ലേ? അത് അപ്പൂപ്പന്റെ ചേട്ടന്റെ മോനാണത് താമസിക്കുന്നത്. അപ്പുറത്ത് അപ്പൂപ്പന്റെ എന്റെ ചേട്ടന്റെ മോൻ. ചേട്ടന്റെ മോനെ. അപ്പൊ ചേട്ടൻ ഇപ്പൊ മരിച്ചില്ലേ? ചേട്ടൻ മരിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. 2-3 കൊല്ലായി. ബാക്കിയുള്ള 3 ചെറുപ്പത്തിൽ മരിച്ചു. 10-20 വയസ്സായിട്ട് മരിച്ചു. കല്യാണം കഴിച്ചിട്ടുണ്ടായില്ലേ? ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആണോ? ഇതിന് താങ്കളുണ്ടായി. ആണല്ലേ? അപ്പൊ ആ അമ്മായി എവിടേക്ക് പോയി? അതും ചത്തുപോയി. അതും ചത്തുപോയോ? പിന്നെ അപ്പൂപ്പന് 2 ചേച്ചിമാരുണ്ടായില്ലേ? ഒന്ന് മേക്കാടും ഒന്ന് അമ്മമ്മയും. ഏതമ്മ? എന്റെ അമ്മൂമ്മ ആലിങ്ങേട്ട അമ്മൂമ്മ. ആലിങ്ങാട്ട്. ഒരെണ്ണം വേറെ മേക്കാട്ടാണോ? മേക്കാട്ട്. കാണാൻ പോകാറുണ്ടോ? അപ്പോ പിന്നെ രണ്ടുപേരും നല്ല പ്രായമായിട്ടാണ് വെച്ചത്. വലിയ പെങ്ങളെ കല്യാണം കഴിച്ചത് 13 വയസ്സിലാണ്. പേരും മറിയ. അവര് വെച്ചിട്ട് 90 വയസ്സ് കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പൊ അപ്പൂപ്പന്റെ ചേട്ടന്റെ പേരെന്തായിരുന്നു? മൂത്ത ചേട്ടന്റെ പേര്? മുത്തേട്ടൻ്റെ ഒരു കൊച്ചുവസി. ദേവസി കൊച്ചുവസി. എല്ലാ കൊച്ചുവസിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരാള് പറയുന്നത്. രണ്ടാമത്തെ ആള് വറീത്. മൂന്നാമത്തെ ആള് അന്തോണി. മൂന്നാമത്തെ ആള് എന്നേലും മൂത്തത് ആണല്ലേ? പിന്നെ അപ്പൂപ്പൻ 4ാമത്തത്. 6ാമത്തെ ഞാൻ. ഓക്കെ. അഞ്ചാമത്തെ ആരാണ്? 5ാമത്തെ ഞാൻ ആണില് ഞാൻ കളിയത്. അത് 6ാമത്തെ. പിന്നെ 2 പെങ്ങന്മാര് മൂത്തതല്ലേ? ഏറ്റവും മൂത്തതാണോ? ഏറ്റവും മൂത്ത പെങ്ങൾ ആലിങ്ങാട്ട് കെട്ടിച്ചു. പിന്നെ ചേട്ടൻ ഉണ്ട്. അതാണ് അതിന്റെ മോനാണ് ഈ പടിഞ്ഞാറേ താമസിക്കുന്നത്. അതിൽ താഴെ വർദ്ധൂട്ടി ചേട്ടൻ, അതിൽ താഴെ അർദ്ധോണി ചേട്ടൻ, അതിൽ താഴെ. അപ്പൊ നിങ്ങൾ ഈ തറയിലെ കുളത്തില് അവിടെ താമസിച്ചിരുന്ന അപ്പൂപ്പന്റെ അവിടെ താമസിച്ച അവിടെ അല്ലേ? അവിടെ ആയിരിക്കണം. എനിക്ക് അതിനൊന്നും പറ്റിയില്ല. കണ്ടിട്ടില്ല അല്ലേ? അതൊക്കെ പൂവൻ വിളിച്ചു. എന്താ പണിയായിരുന്നു പൂവന്? കൃഷിപ്പണിയല്ലേ? അപ്പൂപ്പന് എൻ്റെ അപ്പന് 100 പറയ്ക്ക് നിലമുണ്ടായിരുന്നു പറഞ്ഞു. ആണോ? അപ്പം മരിക്കുമ്പോൾ 9 പറയ്ക്കാണല്ലോ വിറ്റ്. അന്ന് വിലയില്ലല്ലോ. 1 പറയ്ക്ക് നിലമൊക്കെ കൊടുത്താണെങ്കിൽ 10 രൂപ 8 രൂപ അല്ലേ കിട്ടുള്ളൂ. ഈ പറമ്പ് 250 രൂപ. ആണോ? ഇത് മുഴം. അതും കാശ് കൊടുത്തില്ലേ? കാശ് കൊടുക്കാണ്ട് കടം മേടിച്ച്. പിന്നെ ഞങ്ങൾ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ എൻ്റെ അപ്പന് TV ആയിരുന്നു. TV 60 വയസ്സ് കഴിഞ്ഞപ്പോൾ ചേട്ടനനിയന്മാരെ ഒരു 4 ആള്. ഞാൻ ഉൾപ്പെടെ 4 ആണ് 2 പെണ്ണും.
അപ്പൂന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 78 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ 78. ഇപ്പൊ അപ്പൂപ്പൻ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിക്കുള്ളൂ അല്ലേ? ചേട്ടന്മാരിലും പെങ്ങന്മാരും മരിച്ചു, ചേട്ടന്മാരും മരിച്ചു. അപ്പൂപ്പൻ ഏത് സമയത്താണ് കല്യാണം കഴിച്ചത്? എത്ര വയസ്സുണ്ടായ അപ്പൂന്? 20 വയസ്സ്, 20.5 വയസ്സ്. ആണോ? അമ്മൂമ്മ 20 വയസ്സ് മനുഷ്യ മാസവും 14 ദിവസം അന്ന് കെട്ടായിരുന്നു. അമ്മമ്മയ്ക്ക് മാത്രമേ ആയിട്ടുള്ളൂ. 20 വയസ്സുണ്ടായോ പിന്നെ അമ്മൂമ്മയ്ക്ക്? ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൻ ആറ് പറഞ്ഞിട്ടാ കല്യാണം കഴിച്ചേ? അമ്മ. ഇവിടെ ആളില്ലല്ലോ. അമ്മ എൻ്റെ അമ്മയും ഞാനല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ആണല്ലേ. അപ്പൊ നിങ്ങൾ എത്ര കൊല്ലം ഇവിടെ തറയിൽ താമസിച്ചു അവിടെ? അതെനിക്കറിയില്ല. ഞാൻ കുഞ്ഞിനാട് വെച്ച് അവിടെ നിന്ന് പോന്നു. എവിടേക്ക് പോണേ? ഇവിടെ ഇതിന്റെ പടിഞ്ഞാടെ പറമ്പിലേക്ക്. ആണല്ലേ. പിന്നെ ആ പറമ്പ് അപ്പനായിട്ടുള്ളതായിരുന്നു. ആണല്ലേ. പിന്നെ അവിടെ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? ഇവിടെ കുളത്തിങ്ങര ഇല്ല, ഈ പറമ്പാട് പറമ്പിൽ. ഇവിടെ ഞാൻ എനിക്ക് ഓർമ്മ വെക്കുമ്പോ അവിടെ വന്നിട്ട് പിന്നെ ഈ പറമ്പിൽ നിന്ന് പോയിട്ടില്ല. ഈ പറമ്പിൽ പോയിട്ടില്ലേ? ആ പെര കളഞ്ഞുകൊണ്ടല്ലേ ഈ പെര ഉണ്ടാക്കിയത്. ആണല്ലേ. അതൊരു ഇഷ്ടപ്പെരയായിരുന്നു പണ്ടത്തെ. പിന്നെ ഞാൻ കച്ചവടം ഉണ്ടാക്കിയതല്ലേ. അന്നൊരു ആശയക്ക് 2000 രൂപയായിരുന്നു കൂലി. ഇന്നെന്താ കൂലി? 70 രൂപ. ഒരു കല്ലിന് അന്ന് എനിക്ക് 25 പൈസ, അത് 5 രൂപ വരുള്ളൂ. 5 രൂപ വരുമ്പോ 50 പൈസ വരില്ല, 5 പൈസ വരും. 5 പൈസ ഒരു കല്ലിന്. ഒരു കല്ലിന് ഞാൻ വെട്ടിച്ചാണ് ഈ പറഞ്ഞിട്ട് ഈ പഠിക്കും. ഇന്ന് ആ ഒരു കല്ലിന് 25 രൂപ 30 രൂപ. ഇവിടെ ഒരാഴ്ചയ്ക്ക് കൂലി ഇപ്പൊ നല്ല ആഴ്ചയ്ക്ക് കൽപ്പണിക്കാരന് 650 രൂപ, മരപ്പണിക്കാർക്കുണ്ട്. ഇത് 2000 രൂപയ്ക്ക് ഞാൻ 8 രൂപയാണ് തച്ച്. ഒരു ദിവസം പണിയുന്നതിന് 8 രൂപ കൊണ്ട് പറഞ്ഞില്ല. ലാസ്റ്റ് ഇയറിൽ പറഞ്ഞത് 8 രൂപ. 2000 രൂപയ്ക്ക് തുടങ്ങിയിട്ട് 8 രൂപ മാത്രമാണ്. അപ്പം ഏതൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട്? ഞാൻ എല്ലാ തോടയപ്പാട് വരെ എടുത്തിട്ടുണ്ട്. ബാങ്ക്, കുറി, പിന്നെ പറമ്പുകളിലുള്ളതൊക്കെ കച്ചവടം. പിന്നെ പലർക്കും നല്ല പലചരക്ക് എന്ന് പറഞ്ഞ ഈ സ്റ്റേഷനറി ഇവിടെ പിടിയേരി സാധനമാണ്. സ്റ്റേഷനറി. തുണിയുടെ കടയുണ്ടായോ? തുണിയുടെ കടയുണ്ടായോ? അതെത്ര ഉണ്ടായിരുന്നു? അത് 6 കൊല്ലം. അതെ, ചെലവില്ലുണ്ടായി. തീരെ ചെലവില്ല, കൈ നമുക്കൂല. അതെന്താ അങ്ങനെ ആയിപ്പോ? ഈ പാറപ്പുറത്താണ്. അന്ന് അങ്ങനത്തെ ആൾക്കാരൊന്നും കൊല്ലത്തിൽ ചെയ്ത 19 കൊല്ലായി. ആർക്കും വേണ്ട തുണി. അതും അല്ല, ഇപ്പോൾ കൊല്ലത്തിൽ ഒരെണ്ണം മേടിച്ചിട്ട് അത് കടം മേടിച്ച് കഴിഞ്ഞാൽ കീറി കഴിഞ്ഞാൽ തട്ടില്ല. ആണോ? അങ്ങനെയാണ് അത് പോയത്. അത് കളഞ്ഞിട്ടാണ് പലർക്കും മേടിച്ചത്. പിന്നെ പുറത്ത് നാളേരം പയ്യ, കുരുമുളക്, നിങ്ങൾ പറമ്പുകളിലുള്ള എല്ലാ സാധനങ്ങളും മേടിക്കും. പിന്നെ എന്തൊക്കെയാ? മീൻ കച്ചവടം ഉണ്ടായി? മീൻ കച്ചവടം അതുണ്ടായില്ലല്ലോ. പിന്നെ അപ്പൂപ്പന് ഈ നമ്മുടെ ഈ തോമസാമ്പിൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ ഉണ്ടായേ? 2 കൊല്ലം കഴിഞ്ഞിട്ട്. 22 വയസ്സിൽ ഇറങ്ങിയിരിക്കും. ഏതാ? മമ്മിയോ? മമ്മി അജിസാരല്ല, അജിസാരുടെ അന്തോളിന്ന് ഒരു മമ്മി അജിസാര്. മമ്മി രണ്ടാമത്തെ മമ്മി ഏതാണ്. അപ്പൊ എത്ര പിള്ളേരുണ്ടായി ടോട്ടൽ? 4. അപ്പൊ 4 പെണ്ണ് ഇളയത് പെണ്ണായിരുന്നു. ഇവന് താഴെയുള്ളത് ഒരു പെണ്ണായിരുന്നു. 1 വയസ്സായിപ്പോ പെട്ടിമീന്ന് വീണ്. ഈ പെരയിലല്ല, പെരയിൽ ഒരു പെട്ടി ഇറച്ച് കിടക്കണ്ടായി. അത് മേടിച്ച് അത് തലവത്തി വീണു. ഇന്ന് എനിക്ക് കച്ചവടമാണ്. അപ്പൊ 4 കുട്ടികളുണ്ടായുള്ളൂ. പിന്നെ വേറെ ആരും ഈ ഇതുണ്ടായില്ലേ? ചെറുക്കന്മാരൊന്നും ഉണ്ടായില്ലേ? വേറെ ചെറുക്കന്മാരൊന്നും ഉണ്ടായില്ലേ? പെണ്ണ 2 ആണും 2 പെണ്ണും. അതപ്പോ നല്ലതായിട്ട് ഓർമ്മയുണ്ടോ? പിന്നെ അവരുടെ പേരെന്തിട്ടായിരുന്നു പെണ്ണിന്? നീതി. 1 വയസ്സായി പോണ നല്ല സഖ്യായിരുന്നു.
അന്ന് പെര മുറി 2-3 മുറിയുണ്ട്, ചെറിയ പെരയാണ്. അത് ഓലക്കെട്ടായിരുന്നു. ഇതന്ന് പണിയുന്ന കാലത്ത് ഒരാൾക്ക് സിവിലിന് 10 രൂപ 80 പൈസക്ക് ഇന്നത് 350. അന്ന് കാശുണ്ടാവാനും പണിയുണ്ട്. ഒരാഴ്ചയ്ക്ക് ഇന്ന് 10-20 രൂപ കൊടുക്കുന്ന ആഴ്ചയ്ക്ക് ഇന്ന് 2000 ഈ ജനലെ കട്ടലായി ഈ അത് കട്ടയാണെങ്കിലും ഒരു പരി എടുക്കാണില്ല. ഇപ്പോൾ പണീൻ്റെ പണിക്കൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ പകുതി ഉണ്ടാവില്ല. ഇത് 5-2.5. ഇപ്പൊ 4 ഇഞ്ചാണ്. 4 ഇഞ്ച് വരുമ്പോ പകുതിയുള്ളൂ. ഈ അമ്മൂമ്മേനെ കല്യാണം കഴിക്കണതിന് മുമ്പ് ആരെ അപ്പൂൻ കാണാൻ പോയിണ്ടായ? ഒരു ദിവസം പോയിട്ടുണ്ട്. ആണല്ലേ? ആരൊക്കെ പോയിണ്ടായി? ഞാനും മാലങ്ങാത്ത പെങ്ങളുടെ മരുമോനും. അപ്പൊ അപ്പൂപ്പന്റെ അമ്മ പോയില്ലേ? അന്ന് അങ്ങനെയൊന്നുമില്ല. കാരണന്മാര് പോയി കൊടുത്ത് പിന്നെ മക്കള് പോയി കാണാനൊന്നും പോക്കില്ല. ഇത് കൊച്ചു പെങ്ങളുടെ ഒരു ചേട്ടന്റെ മോളാണ്. അങ്ങനെയാണ് ഇത് നടന്നേ. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കണ്ടേ? ഇവിടെ ആരുമില്ലേ. ഇഷ്ടായില്ലേ? എനിക്ക് ഇഷ്ടം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നിട്ട് ഒരു സമ്മതിച്ചില്ല. ഇഷ്ടപ്പെടായിരുന്നു അവരെ പേര് തീരെ ചെറുത്. എനിക്ക് അത്രയാണ് തോന്നുന്നു. പെണ്ണ് കാണാൻ നല്ല പെണ്ണായിരുന്നു. പക്ഷെ എനിക്ക് ആ രാജ്യം ഒരു കുടിയുടെ കൊള്ളയുള്ള സ്ഥലം ഇരിക്കുന്ന ഹോട്ടലിൽ വരെ പറ്റി കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊത്തുന്ന ഹോട്ടലില്ല. അന്ന് മിഷീനൊന്നുമില്ല. അന്ന് ഹോട്ടലിലിട്ട് കുത്തണം. അപ്പൂപ്പന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? അപ്പൂപ്പൻ എൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു? എൻ്റെ അമ്മയുടെ പേര് അമ്മ ത്രേസ്യാണ്. ത്രേസ്യാന്നല്ലേ? അവര് എവിടുത്തെയായിരുന്നു ത്രേസ്യ? ചാലക്കുടി. അതെവിടെ? ചാലക്കുടിയിലെവിടെ? അപ്പൊ അവരുടെ ഇപ്പൊ ആരും ഇല്ല. ആണോ? ഞങ്ങൾ അറിയില്ല. വീട്ടുകാരൊന്നും അറിയില്ല. പാരത്രേ ഞങ്ങൾ പോയിട്ട് 10-50 കൊല്ലത്തോളായിരുന്നു. പിന്നെ അവിടെ ആരുണ്ട് എന്തുണ്ടെന്ന് ആർക്കറിയാം എന്നറിയില്ല. ഒരു അച്ഛനുണ്ടായുള്ളൂ. പിന്നെ 3 ഇളയമ്മമാരുണ്ടായിരുന്നു. അവരൊക്കെ എവിടെയാണ്? ആണോ? അപ്പൊ അവരുടെ അച്ഛനൊന്നും കാണാൻ പോറില്ലായിരുന്നു? അമ്മയുടെ അച്ഛനെ കാണാൻ പോറില്ല? അപ്പൊ ഞാൻ ചെറുപ്പമല്ലേ ഇരുന്നപ്പോ. അവർ ചെറുപ്പല്ലേ. പിന്നെ അപ്പൂപ്പന്റെ അമ്മയില്ലേ? എൻ്റെ അമ്മ. എൻ്റെ അമ്മേൻ്റെ 2 അമ്മക്ക് വെച്ചിട്ടധികം കലായില്ല. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് വെച്ചത്. ആണോ? അപ്പൂന്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അമ്മ മരിച്ചപ്പോൾ 70 വയസ്സുണ്ടായിരുന്നു. 70 വയസ്സ് കൂടുള്ളൂ. 70 വയസ്സുണ്ടായിരുന്നു അല്ലേ? അപ്പൂപ്പന്റെ അപ്പം മരിച്ചപ്പോ 65 വയസ്സ്. 65 ആയിട്ടില്ലെന്ന് തോന്നുന്നു. 60 ഉണ്ടാവും. 60. എനിക്ക് 6 വയസ്സുള്ള അപ്പം ആണല്ലേ? അപ്പൂപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നു? എൻ്റെ അപ്പഴാണ്. അപ്പന്റെ അപ്പൻ അതില്ല. എത്ര വയസ്സിലാണ് മരിച്ചേ? അപ്പൂപ്പനോ? അപ്പൂപ്പൻ്റെ അപ്പം മരിച്ച ആർക്കറിയാം? അറിയില്ലേ? ചോദിക്കാറില്ല ഒന്നും? ആരോടെ ചോദിക്കണം? അപ്പനോട് ചോദിക്കണം. അപ്പം എനിക്ക് 6 വയസ്സായപ്പോഴേക്കും അപ്പം മരിച്ചില്ലേ? അപ്പന് അറിയില്ലല്ലേ? കുട്ടിയായിരുന്നു അപ്പൊ. അവിടെ ചേട്ടന്മാർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പഴാ എൻ്റെ അപ്പനാ. ഒരു ആങ്ങളൊരു പെങ്ങളുണ്ടായുള്ളൂ. അത് മൂത്തിച്ചേടന്മാരില്ലേ? അത് മൂത്തിച്ചേടന്മാര് ഇവിടെ ഒരു വീട്ടുകാരുണ്ട് ഞങ്ങളെ. അത് എഴുതുന്ന് കൊണ്ടുവന്നാണ്. അപ്പം കൊണ്ടുവന്നാണ്. അപ്പനൊരു പെങ്ങളുണ്ടായുള്ളൂ. അവർ 2 പേരുണ്ടായുള്ളൂ. ഒരു ആങ്ങളെ ഒരു പെങ്ങൾ. ആ പെങ്ങളെ തെളൂര് കെട്ടിച്ച്. തെളൂര് കെട്ടിച്ചിട്ട് അയാൾക്ക് പണ്ട് കച്ചവടമായിരുന്നു. ഈ തലയ്ക്ക് ചോദിച്ചുകൊണ്ട് പണ്ട് കിട്ടില്ലേ? ആ കച്ചവടമായിരുന്നു.
അപ്പോൾ അയാളുടെ അത് വേണ്ട അത് പറയാൻ പറഞ്ഞിട്ട് അപ്പനൊരു പറമ്പ് കുറച്ച് കൊടുത്തു 4 ഏക്കർ. അത് 200 രൂപയ്ക്ക് കണ്ടത് 4 ഏക്കർ എടുത്തത്. ഇപ്പൊ വേറെ ആംഗ്ലയോ? ആങ്ങളല്ല എൻ്റെ അപ്പൻ. രണ്ടുപേര് മാത്രമേ, 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ? നമ്മൾ മാത്രമുള്ള അപ്പനും അമ്മയും. അപ്പനും അമ്മമ്മയ്ക്ക് 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവന്റെ അപ്പൊ ആ കുട്ടീനെ ഒരു അപ്പൂപ്പന്റെ അപ്പൻ, അവർക്ക് എത്ര കുട്ടികളുണ്ട്? അത് ഈ അപ്പനോ അപ്പൂപ്പന്റെ അതിന് ഒരു ആങ്ങളെ ഒരു പെങ്ങളുള്ളൂ, 2 ആളുള്ളൂ. അപ്പൂപ്പന്റെ അപ്പന് എത്ര കുട്ടികളുണ്ടായിരുന്നു? എൻ്റെ അപ്പൻ്റെ അപ്പനോ? ഇല്ല, അപ്പൂപ്പന്റെ അപ്പന്. അപ്പോൾ എൻ്റെ ഒരു ആങ്ങളെ ഒരു പെങ്ങളുള്ളൂ, 2 ആളുണ്ടായിരുന്നു. പിന്നെ എലൂറ് അല്ലേ? എലൂറ് ആണല്ലേ? പോവാറുണ്ട് അവരെ അല്ലെങ്കിൽ അവർ ഇവിടെയാണ് താമസിക്കണം. പോവാറുണ്ട് അവിടെ. പിന്നെ അവിടെ ഇവിടെ സെക്കൻഡൊക്കെയുള്ള ആണല്ലേ? അപ്പൊ അവര് നമ്മളുടെ അപ്പൂപ്പന്റെ പെങ്ങാട്ട മക്കളായിരുന്നു, മക്കളുടെ മക്കള്. ഇപ്പൊ മക്കളൊന്നുമില്ല, മക്കളുടെ മക്കള് 2 ആങ്ങളെയും പെങ്ങളും അതൊക്കെ മരിച്ചു പോയില്ലേ. ഇപ്പൊ ഞങ്ങള് തന്നെ ഇല്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. 6 ആളില് 5 ആളും മരിച്ചില്ല. അവരില് ആരുമില്ല, അവരിലൊക്കെ മരിച്ചു. 4 ആളുണ്ടായുള്ളൂ അവർക്ക്, 2 ആണും ഒരു പെണ്ണും, അല്ല 3 ആളുണ്ടായുള്ളൂ. അവരൊക്കെ മരിച്ചു. കാരണന്മാരിൽ ആരുമില്ല. ഈ താണശ്ശേരി പള്ളിയില്ലേ, ഇത് പണിതിട്ട് എത്ര കൊല്ലായി? അത് പണിതിട്ട് എനിക്ക് ഓർമ്മ ഇപ്പൊ പുതുക്കി പണിതിട്ട് ഇല്ല പുതുക്കി പോലെ ആദ്യം ഏറ്റവും ആദ്യം 100 കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അമ്പഴക്കാടാണ് ഇടവക. ഞങ്ങൾ അമ്പഴക്കാട് പള്ളിയിൽ പോകണമെങ്കിൽ ആണോ? അമ്പഴക്കാട് എന്ന് പറഞ്ഞാൽ വലിയതോറോന്നറിയാം. അപ്പൊ ഈ 100 കൊല്ലം മുമ്പ് ഏത് പള്ളിയിലെ ആൾക്കാർ പോയത്? അവിടെ പോകണം, ഇവിടെയുള്ളവർ അവിടെ പോകണം. അമ്പഴക്കാട് പള്ളി. അപ്പൊ ആ പള്ളിയാണ് ഏറ്റവും പഴയുള്ള പള്ളി. അല്ല, ഈ പൊറോന പള്ളി എന്നാ പറയാ. ആ പള്ളിന്ന് അമ്പഴക്കാട്, അവിടെ നിന്ന് വിട്ടാ തൃശ്ശൂർ. അപ്പൊ ഏറ്റവും പഴയ പള്ളി ഏതാണ് ഇവിടെ? ഇവിടെ ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ളപ്പോ ഇവിടുത്തെ അല്ല ഈ പള്ളി 100 കൊല്ലമായിട്ടുണ്ടാവും. 100 കൊല്ലം കഴിഞ്ഞിട്ട് നടത്തിണ്ടാവുള്ളൂ. അപ്പൊ അമ്പഴക്കാടാണ് ഇടവക. ഒരു മാമൂശമൊക്കെ ശവം കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൊണ്ടുപോകണം. അന്ന് ഇവിടെയൊക്കെ എത്ര വീടുണ്ട്? ഒരാൾക്ക് തന്നെ 10-20 ഏക്കർ ഉണ്ടാവും. ആൾക്കാരില്ലേ? ആൾക്കാരില്ല. ഇന്നിപ്പോ ആൾക്കാരുടെ കൊള്ളയായി. അപ്പൂപ്പൻ ബ്രിട്ടീഷുകാരെ ഉണ്ടാ? അവിടെ ഇവിടേക്ക് വന്നിട്ടില്ലേ? അവിടെ അവരൊക്കെ ഏത് കേരളത്തിലായിരുന്നേന്ന് പറയണേ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? പിന്നെ ഇപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ കാണാൻ അപ്പോഴത്തെ കാര്യം അപ്പോഴത്തൊന്നും എനിക്കറിയില്ല. കാരണം അപ്പൂപ്പന്റെ സമയത്ത് അവിടെ ഉണ്ടായിട്ടാവൂലേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, പിന്നെ എൻ്റെ അപ്പൂപ്പന് സ്വന്തം കിട്ടി. അപ്പൊ ഇതായി 56-ലല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. 47 കൊല്ലം എത്ര കഴിഞ്ഞു? കൊല്ലം കഴിഞ്ഞു. അപ്പൊ അപ്പൂപ്പൻ ഉണ്ടാവുമല്ലോ ആ സമയത്ത്. അപ്പൂപ്പൻ ഏത് കൊല്ലത്ത് ജനിച്ചെന്ന് അറിയാമോ? എനിക്കിപ്പോ 78 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 78 വയസ്സിൽ ജനിച്ചാൽ. അപ്പൊ അപ്പൂപ്പൻ ഈ ബ്രിട്ടീഷുകാരെ ഒന്നും കണ്ടിട്ടില്ലല്ലേ? ഇവിടെ എവിടെയെങ്കിലും പോണത് ഓരോ നാട്ടിലല്ലോ പല കാലത്തും വരാണെങ്കിൽ കാണാനല്ലാണ്ട് ജീപ്പായിട്ടൊന്നും പോണത് കണ്ടിട്ടില്ലല്ലേ? അപ്പൊ ഇവിടെ അത്രയ്ക്ക് അവര് ഉണ്ടായില്ലേ? ആളുണ്ടായില്ല ഇവിടെ. അല്ല, ഇവിടെ ജനങ്ങള് ബാക്കിയുള്ള ജനങ്ങളില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഞങ്ങൾ കോട്ടയപ്പുറന്മാര് ഇപ്പൊ ഒരു 200 വീടോളം ഉണ്ട്. ഒരാള് എളൂരിന്ന് വന്ന് പറ്റമുത്തി കോലഞ്ചേരി കാലിലേക്ക് അപ്പുറത്ത് ഒരു പറ്റമുത്തിയില്ലേ, അവിടെ നിന്ന് വന്ന് തെറ്റി താമസിക്കുക. അതിൽ 10-200 വീട് ഇപ്പൊ ഒരാളുടെ. അപ്പൊ അവിടെ നിന്ന് ഒരാൾ കൂടെ കെട്ടി താമസിച്ച് 200 വീടുണ്ടാവണമെങ്കിൽ കാലത്തിലേക്കും 10-200 വീടിൽ കൊണ്ടുണ്ട്. കോട്ടയപ്പുറമ്പുണ്ട് കാര്യമായിട്ടൂടെ. ഈ കോട്ടയം പറമ്പിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ എവിടെ നിന്നാണ് ബേസിക്കലി? അത് വന്നത് ഒറ്റമുട്ടിയിൽ നിന്ന് ഒരാള് വന്ന് അവിടെ കോട്ടയപ്പുറമ്പിൽ എന്ന് പറഞ്ഞ ഒരു